ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് അറിവുകയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്ന ഓരോ പ്രേക്ഷകർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. കാരണം എല്ലാ കള്ളത്തരങ്ങളും ഒരു ദിവസത്തിൽ തന്നെ നായിക പൊളിച്ചെടുക്കുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ. ഇന്നാണ് ശാലിനിയുടെ ബാക്ക് ടു ബാക്ക് പവറിലേക്ക് ശാലിനി വന്നിരിക്കുന്നത് തന്നെ പറയാം. അപ്പോൾ ഈ ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതിന് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ആൻഡ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെ തന്ന വലിയ സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും അതുപോലെ കമൻസ് ഇടുന്നവർക്ക് ലൈക്സ്, നിങ്ങളുടെ ആ എൻഗേജ്മെൻറ്റ് എല്ലാത്തിനും വളരെ വളരെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ശാന്തി മുഹൂർത്തം ഇതോടെ തകർന്നു. ആ തകർന്ന സന്തോഷത്തിൽ വിഷ്ണു എന്താണ് ഈ പൂജാരി അന്വേഷിക്കാൻ വന്ന, അതായത് ഈ നാൾ കുറിക്കാൻ വന്ന പൂജാരിക്ക് വിഷ്ണു കൈമടം കൊടുക്കുന്നുണ്ട്. അപ്പം പൂജാരിക്ക് പക്ഷേ പേടി, വിഷ്ണു തന്നെ തല്ലാനായിട്ട് വന്നെങ്ങനെ, അയ്യോ കുഞ്ഞെ എന്നെ തല്ലല്ലേ കുഞ്ഞെ, ഞാൻ പൊയ്ക്കോളാം കുഞ്ഞെ എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു പറയുന്നുണ്ട് അയ്യോ നിങ്ങളെന്നെ മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു എന്താണ് പൂജാരിയുടെ ഈ കാശ് കൊടുക്കുമ്പോൾ അയ്യോ ഇതൊന്നും വേണ്ട കുഞ്ഞെ, ഞാൻ ഒന്നും ചെയ്യില്ല, തിരുമേനി ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കൂലിയാണ് ഈ കൂലി, പിന്നെ ഇത് മേടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തിരുമേനി എടുത്തിട്ട് നല്ല പെരുമാറിന്നിരിക്കും. അപ്പം തിരുമേനി പേടിച്ച് ആ പൈസ മേടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശ്യാമ കാണുന്നുണ്ട്. ശ്യാമ കണ്ടിട്ട് ഇതുപോലെ തന്നെ വിഷ്ണുവിനെക്കുറിച്ചും കാത്തയെക്കുറിച്ചും ശ്യാമയ്ക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും, അതായത് ബെഡ്റൂമിൽ വെച്ച് സംസാരിച്ച കാര്യത്തിൻ്റെ സംശയം, അതുപോലെ തന്നെ വിഷ്ണു ഇപ്പം പൂജാരിക്ക് കാശ് ശാന്തി മുഹൂർത്തം വേണ്ടെന്ന് കാശ് കൊടുത്ത കാര്യം എല്ലാം ശ്യാമ നേരെ ശാലിനിയെ വിളിച്ച് പറയുന്നത് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട് അവൻ്റെ ഒരു ശാന്തി മുഹൂർത്തം ഇപ്പം ഞാൻ നടത്തിത്തരാം എന്ന രീതിയിൽ മരുമകളെ ഇത്ര രീതിയിൽ സ്നേഹിക്കുന്ന രാഘവേട്ടനെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ പൂജാരി ആലോചിക്കുന്നൊരു കാര്യം അതിനേക്കാളും ബഹുരസമാണ്. പൂജാരി ചിന്തിക്കുകയാണ് സാധാരണ ആൾക്കാർക്ക് ശാന്തി മുഹൂർത്തം നടക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം, കല്യാണത്തിന് മുഹൂർത്തം ഇല്ലെങ്കിലും ശാന്തി മുഹൂർത്തം വേഗത്തിൽ വേണം. ഇവിടെ ഇതിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ശാന്തി മുഹൂർത്തം വേണ്ടാന്ന്, ഇത് എന്തൊരു വട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജാരിയും പോകുവാണ്. അതിനുശേഷം നമ്മുടെ ശ്യാമ വിളിച്ച് ശാലിക്ക് നല്ലൊരു ഉപകാരം ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ചെയ്ത ഉപദ്രവമാണെങ്കിലും ഇപ്പം എന്തായാലും കുറച്ച് ഉപകാരിയായിട്ട് തന്നെ ശ്യാമ മാറണം. ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡിനകത്ത് ശ്യാമ വലിയൊരു ഉപകാരിയായിട്ട് തന്നെ മാറും. ശ്യാമയാണ് വിഷ്ണു ശാലിനിയെ തമ്മിൽ ഒന്നിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന റീസണിൽ മുന്നിൽ നിൽക്കാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശ്യാമ പറയുന്നത്, കുഞ്ഞിച്ചിയുടെ സംശയമൊക്കെ വളരെ ശരിയായിരുന്നു. കാരണം ഇന്നതാ അവർ രണ്ടുപേരും റൂമിൽ എന്തൊക്കെയോ അവർ ഒളിക്കുന്ന പോലെ തോന്നി. താലിമാല ദേണ്ട മാറ്റി വെച്ചിരിക്കുന്നത്, അതിനുശേഷം ഇപ്പോഴാണ് എടുത്തിരുന്നത്. ആ താലിമാല ഇട്ട് കൊടുക്കാൻ വിഷ്ണുവേട്ടനാണെങ്കിൽ താല്പര്യമില്ല. അങ്ങനെ എന്തൊക്കെ ഇവർക്കിടയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പോരാത്തതിന് തന്നെ ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിക്കാനായി സത്യഭാമ എന്താണ് പൂജാരി വിളിച്ചു വരുത്തുമ്പോൾ പൂജാരി ശാന്തി മുഹൂർത്തമൊന്നും കുറിച്ചില്ല. അങ്ങോട്ടേക്ക് ചെന്ന് വിഷ്ണുവേട്ടൻ ആ പൂജാരിക്ക് കൈ പൈസ കൊടുക്കുന്നു. അപ്പം വിഷ്ണുവേട്ടൻ തന്നെയാണോ ഈ ഒരു എന്താണ് തീയതി കുറിക്കേണ്ട എന്ന് പറഞ്ഞ് മുന്നേ തന്നെ എന്താണ് ഏർപ്പാടാക്കിയ പൂജാരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല എന്ന് പല സംശയങ്ങളും പറയുമ്പം ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ ചിന്തിച്ച രീതി തന്നെയാണ് ശരി. കാരണം തന്നെ വിഷ്ണുവേട്ടന് തന്നെ ഒരിക്കലും ചതിക്കാൻ കഴിയത്തില്ല എന്ന ശാലിനിയുടെ വിശ്വാസം കുറച്ചും കൂടെ ശാലിനിക്ക് എന്താണ് അത് ബലപ്പെട്ട് തന്നെ നിൽക്കുകയാണ് ശ്യാമയുടെ വാക്കുകൾ കേൾക്കുമ്പം. അതിനുശേഷമാണ് രസകരമായ കാര്യത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ശാലിനിയുടെ അന്വേഷണം കീഴൂർ റോഡിലേക്കാണ്. ഈ കീഴൂർ റോഡ് കൊണ്ട് തന്നെ ശാലിനി അറിയേണ്ട പല കാര്യങ്ങളും അറിയാൻ പോകുന്ന നിമിഷങ്ങൾ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുവാണ്. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് മധുശ്രീയുടെ കോളാണ് കാർത്തിക് കയറി വന്നത്. അപ്പം കാർത്തികാണെങ്കിലോ ശാന്തി മുഹൂർത്തമൊക്കെ മുടങ്ങിയല്ലോ എന്ന സന്തോഷവും സമാധാനത്തെ അവിടെ ഇരുന്നില്ല. അപ്പോഴത്തേക്കും മധുശ്രീ എന്ന അലവലാതിയുടെ ഫോൺ കോൾ വരുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ വലിയ താല്പര്യമില്ല ഈ ഫോൺ എടുക്കാൻ തന്നെ കാർത്തിക്. അപ്പം കാർത്തിക് ലാസ്റ്റ് താല്പര്യം ഇല്ലാതെയും ആ ഫോൺ കോൾ എടുക്കുവാണ്. അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും കാർത്തികയുടെ സ്വരത്തിനകത്ത് അത്ര വലിയ താല്പര്യമുള്ള രീതിയിലല്ലല്ലോ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ മധുശ്രീക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. അപ്പോഴത്തേക്കും ഇവളടുത്ത് എന്തൊക്കെയാണ് സംഭവിച്ചു നോക്കുമ്പോൾ ഇവളെന്താണ് എല്ലാം ഒരു ഉദാസ മട്ടിനകത്ത് അങ്ങ് പറയുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ അങ്ങ് പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ മധുശ്രീ പറയുന്നുണ്ട് നീ പറയുന്നൊന്നും അത്ര എന്താണ് അതിനൊന്നൊരു ഫീലില്ലല്ലോ കാർത്തിക്, നീ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ആർക്കാനും വേണ്ടിയിട്ടൊക്കെ നീ എന്തൊക്കെയോ ആക്കി പറഞ്ഞാന്ന് എനിക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് നീ 20 മിനിറ്റിൽ എന്നെ കാണാൻ കീഴൂർ റോഡിലേക്ക് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ പറയും എന്നെക്കൊണ്ട് ഇപ്പം പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീക്ക് അടുത്ത കലി വന്നിട്ട് പറയും ഇനി 16 മിനിറ്റിൽ നീ ഇവിടെ എത്തിയിരിക്കണം. കാരണം നിൻ്റെ സ്വരത്തിലെ ഭയങ്കര ഒരു പുച്ഛഭാവം ഉണ്ട്. അതും അല്ലാതെ എന്നെ നിനക്ക് വേണ്ട എത്ര പേടിക്കണോ അത്ര പേടിയൊന്നും നിൻ്റെ സ്വരത്തിനകത്തില്ല. ആ ഒരു പേടി ബഹുമാനമൊക്കെ നീ എന്നെ പേടിച്ചേ പറ്റത്തുള്ളൂ കാർത്തിക്, അത് നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തന്നെ. അതുകൊണ്ടാണ് ഈ 16 മിനിറ്റിലേക്കാക്കി ഞാൻ വെട്ടിച്ചുരുക്കുക. 20 മിനിറ്റ് സമയം ഞാൻ നിനക്ക് തന്നപ്പം നീ 20 മിനിറ്റ് നീ എന്താ പറഞ്ഞ് നിൻ്റെ തൊണ്ട ശരിയല്ല അല്ലേ, നിൻ്റെ തൊണ്ടയൊക്കെ ഞാൻ ശരിയാക്കി തരാടി, നീ 16 മിനിറ്റ് ഇങ്ങോട്ടേക്ക് വാ, അല്ലെങ്കിൽ അതിന് ശേഷം 1 മിനിറ്റ് എടുത്താൽ 17-ാം മിനിറ്റ് ഞാൻ അവിടെ സത്യഭാമയുടെ വീട്ടിൽ കാണാം. ഞാൻ വരുന്ന വരക്കം ചുമ്മാതാവത്തില്ലെന്ന് കാർത്തിക്ക് അറിയാമല്ലോ. അതെങ്കിൽ പേടിച്ചിട്ട് എന്താണെന്നറിയോ, അയ്യോ എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നതല്ലേ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മധുശ്രീ പറയാം ദേ
ജസ്റ്റ് ഒബൈ മൈ ഓർഡർ, അല്ലാതെ ഇങ്ങോട്ടേക്കുള്ള ഇൻസ്ട്രക്ഷൻസും കൊണ്ട് വരണ്ട. മര്യാദയ്ക്ക് 16 മിനിറ്റ് വരണമെന്ന് പറഞ്ഞാൽ നീ വന്നിരിക്കണം. അതൊന്നും അറിയണം. അതിൻ്റെ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഇവൾ ഹലോ ഹലോ വിളിച്ച് ഇതാക്കുക. ഈ രഹസ്യ സംസാരങ്ങളൊക്കെ നമ്മുടെ ശ്യാമ അന്തസ്സായിട്ട് കേട്ടുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് എന്താ സംസാരിക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഇവൾ തേണ്ട മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഒരു കുടയും പിടിച്ചുകൊണ്ട് ഈ കാർത്തിക പുറത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്ന ഡ്രൈവർ ചേട്ടനോട് ഈ കീഴ് റോഡ് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പിറകെ തന്നെ ഓടി വന്ന് അവളെന്തോ ചേട്ടനോട് ചോദിച്ചെന്ന് ആ ഡ്രൈവറിന് ചോദിക്കുമ്പോൾ കീഴ് റോഡ് എങ്ങോട്ടേക്ക് ചോദിച്ചു. ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കാൻ വന്നിട്ട് ആ കൊച്ചിന് വേണ്ട, ആ കൊച്ചു തന്നെ ഓട്ടോ പിടിച്ച് പോയിക്കോളാം എന്നിട്ട് അങ്ങ് പോയി എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് മനസ്സിലായി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. കാരണം ഇവള് റൂമിൽ ഇടയ്ക്കുള്ള ഇവളുടെ വർത്താനം പറച്ചിലും ആർക്കും കേൾക്കാൻ പറ്റാത്ത വർത്താനം പറച്ചില്ല. അതിൻ്റെ ഒപ്പം തന്നെ ആരെങ്കിലും ഇവൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാൻ പാത്തും പതുങ്ങി അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കൊണ്ടാണല്ലോ ഇവൾ ഫോൺ സംസാരിക്കുക. ഇത് നമുക്കൂടെ കുഞ്ഞേച്ചിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കാം. എന്തായാലും കീഴ് റോഡിൽ എന്തൊരു സംഭവമുണ്ട്, അത് പിറകെ പോയി ഇന്ന് തന്നെ പിടിച്ചാൽ ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും. അപ്പോഴത്തേക്ക് ശ്യാമ എന്താണ് നേരെ ശാലിനിയെ വിളിച്ച് അടുത്ത ഉപകാരമായിട്ട് ഈ കീഴ് റോഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കീഴ് റോഡല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ശാലിനി നേടി കീഴ് റോഡിലേക്ക് തന്നെ അങ്ങ് പോവാണ്. ആ സമയത്ത് തന്നെ കാർത്തിക് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ പിടിച്ച് എത്തിയിട്ട് ഓട്ടോക്കാരനോട് പറയുന്നു, ചേട്ടാ വെയിറ്റ് ചെയ്യണേ, ചേട്ടാ ഒരു ഓട്ടത്തിന് പോയതിൻ്റെ പൈസ ഞാൻ തരാം, പക്ഷേ ഇവിടുന്ന് പോകല് വെയിറ്റ് ചെയ്യണം, കാരണം ആൾക്ക് വലിയ പരിചയമൊന്നുമില്ല സ്ഥലം. അപ്പോഴത്തേക്ക് അവിടെ ഭദ്രകാളിയെ പോലെ കാത്തു നിൽക്കുവാണ് ഈ മധുശ്രീ. അപ്പോൾ അത് സൂചിപ്പിക്കാനായിട്ട് നേരെ ഭദ്രകാളിയുടെ ആ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിന് മുന്നിലുള്ള ആ ഒരു ശില്പവും അതുപോലെ തന്നെ ആ ഒരു വിഗ്രഹവും അതിൻ്റെ ഒപ്പം തന്നെ മധുശ്രീനെ മാറ്റി തന്നെ കാണിക്കുന്നതും അതൊരു രസകരമായിട്ടുള്ള രീതിക്ക് തന്നെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നേരെ കണ്ട് സംസാരിക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യം പിണക്കം, പിന്നെ അതിനുശേഷമുള്ള സംസാരം, ഇതെല്ലാം നമ്മുടെ ശാലിനി അപ്പോഴത്തേക്ക് അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശാലിനി കാണുവാണ് മധുശ്രീ ഇവക്കും തമ്മിൽ എന്ത് ബന്ധമെന്ന് ശാലിനി നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ ഈ നോക്കിക്കൊണ്ടിരിക്കുവാണ്, എന്താ മനസ്സിലാവുന്നല്ലോ. അപ്പോഴത്തേക്ക് ഈ മധുശ്രീ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നീ എല്ലാ തരത്തിലും കൂടെ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് തന്നെ മാറണം, അർത്ഥത്തിലും നീ തന്നെ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് മാറണം. അതുപോലെ തന്നെ ശാലിനിക്ക് ഇനി തിരിച്ചു കയറാനുള്ള സർവ്വ പഴുതുകളും നീ അടയ്ക്കണം എന്നൊക്കെ പറയുമ്പം അത്രയ്ക്കങ്ങ് അത് കാർത്തിക് ഇഷ്ടപ്പെടില്ല. അപ്പം കാർത്തികയും മധുശ്രീയും തമ്മിൽ അത്ര സ്വരച്ചേർച്ച ഇല്ലാത്ത രീതിയിലുള്ള മുഖഭാവമാണ് ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തിൽ നേരെ ശാലിനി കാണുന്നത്. പിന്നെ ശാലിനി കാണുമ്പോഴത്തേക്കും ലാസ്റ്റ് രണ്ടുപേരും കൈ കൊടുത്ത് പിരിയുന്നു. അതിനുശേഷം നേരെ കാർത്തിക് തിരിച്ച് ഓട്ടോയിൽ കയറി പോകുന്നു. ഇതെല്ലാം കണ്ട് നിൽക്കുവാണ് ശാലിനി. അപ്പോഴത്തേക്കും മധുശ്രീ ഇതിൻ്റെ പിറകിലുണ്ടെന്നുള്ള കാര്യം ശാലിനിക്ക് മനസ്സിലായിട്ട് മധുശ്രീയുടെ മധുശ്രീ കയറാൻ പോകുന്നതിന് മുമ്പേ തന്നെ നേരെ ശാലിനി കാണാം. ശാലിനി ഇവളുടെ കൈ അങ്ങോട്ടേക്ക് പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം നീ ആയിരുന്നല്ലേടി ഇതിൻ്റെയൊക്കെ പിറകിൽ. അപ്പോൾ ഇവളൊരു കൂസലല്ലാതെ പറയാം, ഞാൻ തന്നെയാണ്, ഇനി അങ്ങോട്ടേക്കുള്ള കാര്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് ശാലിനി പറയുവാണ്. ഇത് കേട്ട് ഇവക്ക് നീ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നീ ചെയ്തോടി, നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വെല്ലുവിളിയും വാശിയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം ശാലിനി മധുശ്രീയുടെ കോംബോ ആണ് അവിടെ കുറേ നേരം കാണിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ശാലിനി നേരെ ശ്യാമയെ വിളിച്ചിട്ട് ഒരു കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതായത് വിഷ്ണുവേട്ടനും കാർത്തിക് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ പേരേതാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നേരെ വിഷ്ണുവിന് ആ ക്വസ്റ്റ്യൻ വീണ്ടും വിഷ്ണുവിൻ്റെ മുന്നിൽ എത്തുമ്പോൾ വിഷ്ണുവിന് അതിൻ്റെ ഉത്തരം മറന്നുപോയി. കാരണം ഏത് ക്ഷേത്രത്തിൻ്റെ പേര് അന്ന് പറഞ്ഞതൊന്നും വിഷ്ണുവിന് ഇപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഓർമ്മപ്പെടുത്താൻ അവിടെ വേറൊരാളുണ്ടല്ലോ, നമ്മുടെ രാഘവേട്ടൻ തന്നെ. രാഘവേട്ടൻ പറയുന്നുണ്ട്, പാലോട് മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ട് നമ്മുടെ ശ്യാമ പാലോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാര്യം ശാലിനിയോട് അറിയിപ്പിക്കുക. അപ്പോൾ ശാലിനിയുടെ ഇനി അടുത്ത അന്വേഷണം പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വിഷ്ണു വിവാഹിതനാണോ അല്ലയോ എന്ന കാര്യം അറിയാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ കാർത്തിക വിഷ്ണുവിൻ്റെ കള്ളത്തരങ്ങളെല്ലാം ശാലിനി പൊളിച്ചെടുക്കാനുള്ള എല്ലാ തരങ്ങളും കാപട്യവും വിഷ്ണുവിൻ്റെ നാടകവും കല്യാണ നാടകം എല്ലാം തന്നെ ശാലിനിയുടെ മുന്നിൽ ഇന്നത്തെ ദിവസം തന്നെ എല്ലാം തുറന്നു കിട്ടാൻ പോവാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കീഴ് റോഡിലെ അന്വേഷണത്തിൽ ശാലിനിക്ക് മനസ്സിലായ കാര്യം മധുശ്രീ കാർത്തികയുടെ തമ്മിലുള്ള ഒരു ബന്ധം, മധുശ്രീയും കാർത്തികയും തമ്മിൽ ഒരു ടീമാന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഇനി കാർത്തിക വിഷ്ണു തമ്മിൽ വിവാഹിതനാണോ എന്നുള്ള കാര്യവും കൂടെ ഈ അടുത്ത പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ശാലിനിക്ക് മനസ്സിലാവും. അപ്പോൾ ശാലിനി നേരെ പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ശാലിനി ആദ്യം പ്രാർത്ഥിക്കുന്നു, ദൈവം ഈ കാര്യമൊക്കെ നന്നായിട്ട് സെറ്റായി കിട്ടണേ എന്നുള്ള രീതി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ശാലിനി പോകുന്ന അവിടുത്തെ ആ ഒരു അമ്പല അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അമ്പലം നടത്തിപ്പ് ചുമതലയ്ക്കകത്തുള്ള വ്യക്തികളെ കാണുവാണ്, അതിന് സംസാരിക്കുകയാണ്. കാരണം ശാലിനി ഒരു ജില്ലാ കളക്ടറാണ്. അപ്പോൾ ശാലിനിക്ക് ഏത് ഡോക്യുമെൻറ്റ്സും ഡയറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. ഇനി അവരോട് സംസാരിക്കുകയാണ്, എനിക്കിവിടെ നടന്ന കല്യാണത്തിന് സർവ്വ ഇത് ഡീറ്റെയിൽസിൻ്റെ ഹിസ്റ്ററിയും കാണണമെന്ന് പറയുമ്പോൾ അവരെന്താണ്, മാഡം ഇവിടുത്തെ സിസ്റ്റത്തിനകത്താണ് ഉള്ളത്, അതുപോലെ തന്നെ ലെഡ്ജർ ബുക്ക് ഉണ്ട്, അപ്പോൾ രണ്ടിനകത്തുമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ മാഡത്തിന് നോക്കാം പരിശോധിക്കാൻ പറയുമ്പോഴത്തേക്കും നേരെ ശാലിനി അവിടെ ചെന്നിരുന്ന് ഈ പറഞ്ഞ തീയതി, അതായത് എന്നാണോ ശാലിനി മധുശ്രീ ആയിട്ടുള്ള വിവാഹത്തിനെ മുടക്കാനായിട്ട് വിഷ്ണുവിന് വേണ്ടിയിട്ട് അവിടെ വന്നത്, അതേ ദിവസം തന്നെയാണല്ലോ വിഷ്ണു ഈ പറയുന്ന കാർത്തിക് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ദിവസത്തിൽ അങ്ങനെ ഒരു കല്യാണം ആ അമ്പലത്തിൽ പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ
ജാതകത്തിൻ്റെ ലെക്ചർ ബുക്കൊക്കെ ശാലിനി നോക്കുവാണ്. അതുപോലെ തന്നെ സിസ്റ്റത്തിന് ശാലിനി നോക്കുവാണ്. അങ്ങനത്തെ ഒരു കല്യാണം നടന്നതിൻ്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടെ ഉണ്ടോ എന്ന് ശാലിനി നോക്കിക്കൊണ്ടിരിക്കുന്ന കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ശാരദയുടെ നെക്സ്റ്റ് എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡുകൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. എല്ലാവരും റിവ്യൂ കണ്ടിട്ട് കമൻസും ഷെയർസും ലൈക്സൊക്കെ ഇടുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പം ബൈ.